ഹലോ ഹായ് നമസ്കാരം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ഡി ജെയുടെ വയർലെസ് മൈക്ക് മിനിയിൽ നിന്നുള്ള വോയിസ് ആണ്. ദാ ഈ കാണുന്നതാണ് മൈക്ക്. ഇത്രയേ ഉള്ളൂ. ആളും ചെറുതാണ്, വിലയും ചെറുതാണ്, പവർ കുറച്ച് കൂടുതലാണ്. അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ടെക് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആമസോണിലാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എടുത്താൽ പ്രോഡക്റ്റിൻ്റെ ഡെലിവറി ചാർജ് ഉണ്ടാവില്ല. ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് സിനിമകൾ കാണാം, ആമസോൺ മ്യൂസിക് എൻജോയ് ചെയ്യാം, ആമസോൺ ഗെയിം ഉണ്ട്, ഒരുപാട് സെയിൽസ് വരുമ്പോൾ അതിൽ ഏർലി ആക്സസ് കിട്ടും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ എനിക്ക് ചെറിയ കമ്മീഷൻ കിട്ടും. എന്തായാലും ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ബ്ലഡി ബഗർ എന്നാണ് സിനിമയുടെ പേര്. ആ പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് മലയാളത്തിലെ വില്ലന്മാർ, അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും വില്ലന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്ലഡി ബഗർ എന്ന് പറയുന്നൊരു ഡയലോഗ്. ഇന്ന് നമ്മൾ ആ ഒരു ഡയലോഗ് പറയുമ്പോൾ അതിനകത്ത് ഒരു ഹ്യൂമർ എലമെൻറ്റ് കൂടി കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പുച്ഛിച്ച് അവഹേളിച്ച് കാണുക എന്നുള്ളതിനേക്കാൾ ആ പ്രയോഗത്തിന് ഒരു രസമുള്ള പ്രയോഗമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 2024 ഈ വർഷം തന്നെ റിലീസായിട്ടുള്ള നെൽസൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ശിവബാലൻ മുത്തുകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഒരു ഡാർക്ക് ഹ്യൂമർ സ്വഭാവമാണ് ഉള്ളത്. കവിൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു വരുന്ന ഒരു സിനിമയാണ്. വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ നിന്നടക്കമുള്ള താരങ്ങൾ സിനിമയിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കാവുന്ന, വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണ ശൈലി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരു വട്ടം കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും ഓർപ്പിക്കുകയാണ്. 2019 റെഡി ഓർ നോട്ട് എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് ഒരു പെൺകുട്ടി വിവാഹിതയായി കയറി ചെല്ലുന്നു. അവിടെ വെച്ച് അന്ന് രാത്രി അവരൊരു ഗെയിം കളിക്കുകയാണ്. ആ ഗെയിമിൽ വിജയിക്കുമ്പോഴാണ് വെൽക്കം ടു ദ ഫാമിലി പരിപാടിയൊക്കെ ഉള്ളത്. അങ്ങനെ അവൾ സെലക്ട് ചെയ്യുന്ന ഒരു ഗെയിം, അത് അവളുടെ ജീവൻ തന്നെ പണയം വെക്കുന്ന ഒരു ഗെയിമായിരുന്നു. അതിനുശേഷം അവളെ കൊല്ലാൻ വേണ്ടി വീട് മുഴുവൻ ആളുകൾ ഓടി നടക്കുന്നത്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. അപ്പോൾ ആ സിനിമയുടെ കഥയുമായിട്ട് വളരെ സാദൃശ്യം തോന്നുന്ന ഒന്നായതുകൊണ്ട് അത് വളരെ ഒരു ഹൊറർ പാക്കായിട്ട് അവരത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സന്ദർഭമാണ് സിനിമയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു കോൺസ്റ്റന്റ് കമ്പാരിസൺ എൻ്റെ മനസ്സിൽ നടക്കുന്നുണ്ടായിരുന്നു. എനിവേ, സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് കിടക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് അതിൻ്റെ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ആണ്. ആ കളേഴ്സും ആ ഫ്രെയിമിങ്ങും ഫ്രെയിമിൽ വരുന്ന ഒബ്ജക്ട്സും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സംഭവം നല്ല രസമായിരുന്നു. കണ്ടിരിക്കാൻ നല്ല രസമുള്ള കുറേ കാഴ്ചകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഡാർക്ക് ഹ്യൂമറാണ്, ഒരു വേറിട്ട ട്രീറ്റ്മെൻറ്റാണ്. ആ ട്രീറ്റ്മെൻറ്റിനെ അതിൻ്റെ കാഴ്ച സുഖത്തോടു കൂടി, സുഖം എന്ന് പറഞ്ഞാൽ എല്ലാ സീനും സുഖകരമായ കാഴ്ച എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഒരു കാഴ്ച സുഖം നമുക്ക് തരുന്ന വളരെ രസമുള്ള ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയ്ക്കുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ മ്യൂസിക് സൈഡാണ്. വളരെ നന്നായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണിത്. ജെൻ മാർട്ടിനാണ് സിനിമയുടെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. ഈ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഡിഫറെൻറ്റ് ലെയറുണ്ട്, അതിനെ വളരെ നന്നായി ഡെലിവർ ചെയ്തിട്ടുണ്ട് ഇതിലെ മ്യൂസിക് എന്നെനിക്ക് തോന്നി. നിങ്ങൾ ബ്ലഡി ബഗറിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുള്ള ഒരു സ്കോറിംഗ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ളൊരു പരിപാടിയായിരിക്കുമെന്ന്. അത് ഒരു പ്രോമിസ് പോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇതിലൂടെ അവർ അവതരിപ്പിക്കുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സൈഡാണ്. ചില കാര്യങ്ങൾ, ഈ റിച്ച് വേഴ്സസ് പുവർ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഭിക്ഷക്കാരനോടുള്ള, അല്ലെങ്കിൽ തെരുവിൽ അന്തിയുറങ്ങുന്നവരോടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെയൊക്കെ വേറൊരു തലത്തിൽ നോക്കി കണ്ടുകൊണ്ട് അതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ പ്ലേസ് ചെയ്യുന്നത് അവരുടെ എക്സ്പ്രഷൻ വൈസൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സൈഡ്, അത് അവർ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല കാര്യങ്ങളായിട്ട് തോന്നി. പക്ഷേ കുറച്ചും കൂടി ഇമ്പാക്റ്റ് വേണമായിരുന്നു എന്നും തോന്നി. അഞ്ചാമത്തെ കാര്യം ഡാർക്ക് ഹ്യൂമറാണ്. ഹ്യൂമർ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടന്ന് കുറച്ച് വേവുന്ന ചിരിയും കൂടി ആയിരിക്കണമല്ലോ. അത്യാവശ്യം ചിരിക്കാൻ പറ്റുന്ന വർക്കായിട്ടുള്ള ഹ്യൂമർ സിനിമയിലുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ്, അത് മലയാളി എന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവാണ്. കുറച്ച് മലയാളി താരങ്ങൾ അവരുടെ നല്ല പ്രകടനങ്ങൾ സിനിമയിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇനി ഇതിൽ നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസുകൾ ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആരും മോശമാക്കിയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ കഥാപാത്രങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്, നമ്മൾ ഹോളിവുഡിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള. അതായത് ഈ വില്ലത്തരത്തിന് ഹ്യൂമറിലേക്ക് അങ്ങ് വീണു പോയിട്ടുമില്ല, പക്ഷേ ആ ഒരു സ്കെയിലുണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സാധനം എഴുത്തിലുണ്ടായിരുന്നു എന്നെനിക്ക് സംശയമാണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ പെർഫോമൻസിലും നിഴലിക്കുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, അതാണ് ഈ സിനിമ എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണോ എന്ന ചോദ്യത്തിന് എനിക്കുള്ള മറുപടി, സിനിമ അത്യാവശ്യം സ്ലോ ആണ്. നമ്മൾ ഈ പറയുന്ന ഡാർക്ക് ഹ്യൂമർ എലമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് ടു സ്ലോ എന്നെനിക്ക് ഫീൽ ചെയ്തു. കുറേയും കൂടി ക്വിക്കായിട്ട് പരിപാടികൾ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറേയും കൂടി എൻഗേജിങ് ആയി അത് നിലനിർത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇതിനകത്ത് കോമഡിയൊക്കെ അവതരിപ്പിക്കുന്ന റെഡിൻ കിങ്സ്ലിയുടെ ഒക്കെ ക്യാരക്ടേഴ്സ് അടക്കം
പലരിൽ നിന്ന് നമ്മൾ ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇതാണ് ഇവർ തുടക്കം മുതലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു പുതിയൊരു സൈഡോ അല്ലെങ്കിൽ ഒരു പഞ്ചോ ഇല്ല, ഈവൻ ഹ്യൂമറിലടക്കം. അങ്ങനെ വരുമ്പോൾ സന്ദർഭങ്ങളും കൂടി സ്ലോ ആയി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ലോ പേസ് സ്വഭാവമുണ്ട്. അതെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മറ്റൊരു പ്രധാന പ്രശ്നം അത് കവിൻ്റെ സിനിമകൾ വരുമ്പോഴാണ്. ഇതിനു മുമ്പ് ഡാഡ എന്ന് പറയുന്ന, അതോ ദാദ എന്നാണോ, ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തൊരു നെഗറ്റീവ് സൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അച്ഛൻ പരിപാടികളാണ് പുള്ളിയുടെ സിനിമകളിൽ കണ്ടിട്ടുള്ളത്. പുള്ളിയുടെ പ്രശ്നമല്ല, പക്ഷേ പുള്ളിയുടെ സിനിമകളിൽ സ്ഥിരമായി കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ദാദ എടുത്ത് നോക്കിയാലും ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്വന്തം കയ്യിരിപ്പ് കൊണ്ട് കുഞ്ഞുമായി ഒറ്റയ്ക്കായി പോകുന്ന അപ്പൻ, അയാൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തോന്നിയ പോലെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് അവസാനം നമുക്ക് അയാളോട് ഒരു അച്ഛൻ സ്നേഹം തോന്നണം, ഒരു പാസം തോന്നണം എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ഈ സിനിമയിലും കാണാൻ പറ്റും. പക്ഷേ അതൊരു വലിയ പ്രശ്നമല്ല. നമ്മൾ ഈ ടോട്ടൽ സിനിമ എടുത്ത് നോക്കുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലെ പുതുമയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു തള്ളിക്കളയേണ്ട സിനിമയല്ല. പക്ഷേ ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് ഗംഭീര പടം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു രസകരമായിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിൽ ബ്ലഡി ബഗർ ഒരു ആവറേജ് അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച്. പക്ഷേ അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഈ സിനിമ ചിലപ്പോൾ കുറേ കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.